നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ആരാണ് NSS-SNDP ഐക്യം തകർത്തത്? വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായരും ഉടൻ സംഭവിക്കുമെന്ന് പ്രഖ്യാപിച്ച, ഇനി ഒരിക്കലും രണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ച NSS-SNDP സഖ്യം അല്ലെങ്കിൽ ഐക്യം എവിടെയാണ്, ആരു വഴിയാണ് തകർക്കപ്പെട്ടത്? വിരലുകളെല്ലാം ചൂണ്ടപ്പെടുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിന് നേരെയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെയാണ് ഈ ഐക്യശ്രമത്തെ തുരങ്കം വച്ചതിൽ പ്രധാന പ്രതിയെന്നാണ് ഈ രണ്ട് സമുദായ നേതാക്കളുടെയും അടുത്തയാളുകൾ വ്യക്തമാക്കുന്നത്. NSS-SNDP ഐക്യം അടിസ്ഥാനപരമായി സംഘപരിവാറിനും വരുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും മാത്രമേ പ്രയോജനം ചെയ്യുകയുള്ളൂ എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് മനസ്സിലാക്കി. അങ്ങനെ NSS-SNDP ഐക്യശ്രമത്തെ തുരങ്കം വച്ച് തകർക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് സർവസന്നദ്ധരായി. കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ചില നേതാക്കൾ നടത്തിയ സുപ്രധാന നീക്കങ്ങളാണ് ജി സുകുമാരൻ നായരെ ഐക്യശ്രമത്തിൽ നിന്നും പിന്നോക്കം അടുപ്പിച്ചത് എന്നാണ് ചില SNDP നേതാക്കൾ പറയുന്നത്. ഈ ഐക്യശ്രമം കൊണ്ട് പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും തുഷാരനും പിന്നെ സംഘപരിവാറിനും മാത്രമേ ഗുണം ചെയ്യുകയുള്ളൂ എന്നും NSSന് ഈ ഐക്യം കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകില്ലെന്നും UDFനും കോൺഗ്രസിനും ഒപ്പം നിൽക്കുന്നത് കൊണ്ട് മാത്രമേ NSSന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുകയുള്ളൂ എന്നും ഇവർ സുകുമാരൻ നായരെ ധരിപ്പിച്ചു. മാത്രമല്ല, ചില വലിയ ഓഫറുകൾ സുകുമാരൻ നായർക്കും NSSനും കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകി എന്നാണ് പറയപ്പെടുന്നത്. VD സതീശനെ പോലുള്ള ആളെ വേണമെങ്കിൽ തങ്ങൾ മാറ്റി നിർത്താമെന്ന് വരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ജി സുകുമാരൻ നായർക്ക് ഉറപ്പ് നൽകിയത്രേ. അങ്ങനെ കോൺഗ്രസിൻ്റെയും ഹൈക്കമാൻഡിൻ്റെയും പഞ്ചാര വാക്കുകളിൽ, മധുര വചനങ്ങളിൽ സുകുമാരൻ നായർ വീണു. അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ NSS-SNDP ഐക്യം ഉണ്ടാവുകയും അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തകരുകയും ചെയ്തതിൻ്റെ ഒരു അനുഭവം ജി സുകുമാരൻ നായർക്ക് ഉണ്ട് താനും. അതുകൊണ്ട് ഈ സമുദായ ഐക്യം അല്ലെങ്കിൽ NSS-SNDP തുടങ്ങിയ സമുദായ സംഘടനകളുടെ ഐക്യം അധികകാലമൊന്നും നിലനിൽക്കില്ലെന്ന് സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളിക്കും ഒക്കെ അറിയാം. എന്നാൽ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനും BJPക്കും, ഇവിടെ പിണറായി വിജയനും ഡൽഹിയിൽ നരേന്ദ്രമോദിക്കും പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് നിലനിൽപ്പുള്ളൂ. കാരണം വെള്ളാപ്പള്ളി നടേശൻ പിണറായിയുടെ ഏറ്റവും അടുത്തയാളാണ്. മകൻ തുഷാർ വെള്ളാപ്പള്ളി അമിത്ഷായുടെയും മോദിയുടെയും അടുത്തയാളാണ്. അങ്ങനെ അച്ഛനും മകനും ഡൽഹിയിലെയും കേരളത്തിലെയും രാഷ്ട്രീയത്തിൽ നിർണായകമായ ചില നീക്കങ്ങളും പങ്കുകളും വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനും നരേന്ദ്രമോദിക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു നീക്കം തൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം NSS-SNDP ഐക്യം മുന്നോട്ട് വച്ചതും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനെതിരെയും അല്ലെങ്കിൽ മലപ്പുറം ജില്ലയ്ക്കെതിരെയും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും ഒക്കെ കടുത്ത ഭാഷയിൽ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തത്. എന്നാൽ NSSനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ മറ്റു മതവിശ്വാസികൾക്കെതിരെ, മറ്റു മതങ്ങൾക്കെതിരെ, മറ്റു മതജാതി സംഘടനകൾക്കെതിരെ ഇത്തരത്തിലുള്ള ആക്ഷേപകരമായ പരാമർശം നടത്തുന്നത് ഒരു കാരണവശാലും അതിൻ്റെ സംഘടനാ സംവിധാനത്തിൽ ചേർന്നതല്ല. അതോടൊപ്പം തന്നെ ഒരു കോൺഗ്രസ് സംസ്കാരമാണ് എക്കാലവും NSS പിന്തുടരുന്നത്. SNDP അങ്ങനെയല്ല താനും. അതുകൊണ്ട് തന്നെ എപ്പോഴും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നതാണ് NSSന് നല്ലത് എന്നുള്ള ആ പഴയകാല അനുഭവം സുകുമാരൻ നായരെ കൊണ്ട് ഓർത്തെടുപ്പിക്കാനും കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ദൂതന്മാർക്ക് കഴിഞ്ഞു. അങ്ങനെ പെരുന്നയിലെത്തിയ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ദൂതന്മാർ നടത്തിയ ഒരു ചർച്ചയുടെ അല്ലെങ്കിൽ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ഈ ഐക്യശ്രമത്തിൽ നിന്നും ജി സുകുമാരൻ നായർ പിൻവാങ്ങിയതെന്നാണ് പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ BJPയിലെ ചില നേതാക്കൾ, വളരെ പ്രമുഖരായ രാജീവ് ചന്ദ്രശേഖർ വിരുദ്ധ നേതാക്കളുടെയും ചില നീക്കങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ കൃത്യമായ ഇടപെടലാണ് NSS-SNDP ഐക്യശ്രമം പൊളിച്ചത് എന്നുള്ള കാര്യത്തിൽ NSSനെയും SNDPയിലെയും നേതാക്കൾക്ക് കൃത്യമായ അഭിപ്രായമുണ്ട്. അവർ തുറന്നു തന്നെ പറയുന്നുണ്ട്, കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ, കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കൃത്യമായ ചില ബാക്ക് ഡോർ ഓപ്പറേഷൻസ് ഈ NSS-SNDP ഐക്യം തകർക്കാൻ ഉണ്ടായി എന്ന് തന്നെയാണ് അവർ വെളിപ്പെടുത്തുന്നത്.